ഈ പറഞ്ഞ രീതി കർമ്മം, ഉപാസന, ജ്ഞാന സ്വീകരണം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ഇതിനെ പ്രവർത്തിപ്പിക്കാം. പക്ഷെ നമുക്ക് അന്നേരത്തേക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം തോന്നില്ല എന്ന് മാത്രം. അങ്ങനെ ജീവിക്കുന്നതിന്റെ സുഖം അതങ്ങനെ ജീവിച്ചാലേ ബോധ്യമാകും. ആണ് ഭഗവാൻ പറയുന്നത്, അണുവറിവിൻ അഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും അങ്ങ് പൂർണ്ണമാണ്. അനുഭവിയാതറിവിൽ അഖണ്ഡമാം ചിദ്ഘനമിത് മൗനഘനാമൃതാബ്ധി. ഈ മൗനഘനാമൃതാബ്ധിക്ക് ഒരു പ്രാക്ടിക്കൽ വേർഷൻ ഉണ്ട്. അതാണ് എന്ത്? ഒന്നിനുള്ളും മമതയില്ലാതിരിക്കുക എന്നുള്ളത്. മൗനഘനാമൃതാബ്ധിയുടെ സുഖവും മൗനത്തിന്റെ സുഖമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്ത് ചെയ്യണം? ഈ അണുവായിരിക്കുന്നത്, ഈ അണുവായ ജീവൻ ഇതെന്ത് ചെയ്യണം? അഖണ്ഡമായിരിക്കുന്നതിൽ ചെന്ന് ചേരണം. അത് വെറുതെ പോയി ചേരില്ല. പിടികിട്ടുന്നുണ്ടോ? അതിനെ കൊണ്ടുപോയി ചേർപ്പിക്കണം. അതിനാണ് ഉപാസന, കർമ്മം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മൂന്നാമതൊരാളും മസ്റ്റാണ് ലൈഫിൽ. അതാണ് ആചാര്യൻ. കഠോപനിഷത്ത് നചികേതസിനെ വെച്ചിട്ട് ഉപദേശിക്കുന്ന കാര്യമാണ് 3 പേര്: അനുമാനം, പ്രത്യക്ഷം, ആഗമം. മനസ്സിലാവുന്നുണ്ടോ? അനുമാനം ആരാണ്? പിതാവാണ്. കാരണം എന്താ? പിതാവ് അനുമാനമല്ലേ. നമുക്കെന്താ ഇയാളാണ് അച്ഛൻ എന്നുള്ള അമ്മ പറഞ്ഞതല്ലേ അറിവുള്ളൂ, അല്ലേ? പ്രത്യക്ഷം ആരാണ്? അമ്മയാണ്. ആഗമം ആരാണ്? ആചാര്യനാണ്, വന്നവനാണ്, നമ്മുടെ ലൈഫിലേക്ക് വന്നു കയറിയവനാണ്. എപ്പോ? നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ. എല്ലാവരും ഒരാളെ ഇയാളാണ് എൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞ് എടുക്കുവാണ്? അല്ല, ഒരു അനുഭവത്തിലൂടെയാണ് എടുക്കുന്നത്, അല്ലേ? ഏതോ ഒരു ആവശ്യ സമയത്ത് ഒരിടത്ത് വെച്ച് കണ്ടപ്പോ ആ ഒരു വാക്ക്, ആ ഒരു വെളിച്ചം തന്നെ അവിടെ വെച്ച് നയിക്കാൻ തുടങ്ങുന്നതായിട്ട് ബോധ്യപ്പെട്ടു, സ്വീകരിക്കുന്നു. ആഗമം.